ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടും? ഓക്കെ, അതിനും ഒരു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണോ ഷെയർ, അത് പുറത്ത് വിൽക്കാനുള്ള അവകാശം ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് പ്രകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്ത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇനി ചിലപ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിൽ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ടാവും നെക്സ്റ്റ് സക്സസ്ഫുള്ളി ഒരു നല്ലൊരു വാല്യൂഷൻ റൗണ്ടിൽ പുറമേ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ നിങ്ങളെ ഷെയർ ഞങ്ങൾ തന്നെ ബൈബാക്ക് ചെയ്യാമെന്ന് ചില കമ്പനീസ് ഓഫർ തരാണ്. അപ്പൊ നിങ്ങൾക്ക് ആ സംഭവം യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, ഞാനിത് കൊടുക്കുന്നൊന്നുമില്ല, ഏതായാലും ഞാനിത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, കുറച്ചങ്ങനെ പോട്ടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂഷൻ കൂടുന്നത് വരെ വീണ്ടും വാല്യൂഷൻ കൂടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് അപ് ടു യു, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ചില കമ്പനീസിന് IPO പ്ലാൻസ് ഉണ്ടാവും. IPO പ്ലാൻസ് ഉള്ള കമ്പനി ആണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, ചില കമ്പനീസിന് ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. ചില സ്ഥാപനങ്ങൾ ഇപ്പം കുറച്ചൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ കമ്പനീസ്, അതേ ഡൊമൈനിലുള്ള കമ്പനീസ് വന്നിട്ട് മെർജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അക്വിസിഷൻസ് ഉണ്ടാവാറുണ്ട്. ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഔട്ട് ചെയ്യാനും നിങ്ങളുടെ പൈസ ലിക്വിഡ് ആക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.